സംസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്പസമയത്തിനകം സർവകക്ഷി യോഗം ചേരും. കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉഭയകക്ഷി ചർച്ചയുടെ തീരുമാനപ്രകാരമാണ് സർവകക്ഷി യോഗം ചേരുന്നത്. വിവരങ്ങളുമായി ലെസ്ലി ജോൺ ചേരുകയാണ്. ലെസ്ലി, എപ്പോഴാണ് യോഗം പുരോഗമിക്കുക? ആരൊക്കെ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഗ്രീഷ്മ, മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കന്മാർ ഇപ്പോൾ യോഗം നടക്കുന്ന മുറിയിലേക്ക് യോഗ ഹാളിലേക്ക് എത്തിയിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ തുടങ്ങിയവർ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് MM ഹസൻ, കാനം രാജേന്ദ്രൻ തുടങ്ങിയ നേതാക്കളും, അനൂപ് ജേക്കബ്, PC ജോർജ്, കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും ഈ യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും BJPയുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നുള്ള സതുദ്ദേശപരമായ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ മുൻകൈയെടുത്ത് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർക്കുന്നത്. മുഖ്യമന്ത്രി യോഗത്തിൽ അല്പസമയത്തിനുള്ളിൽ സംസാരിക്കും. ഓരോ കക്ഷി നേതാക്കന്മാർക്കും പറയാനുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഈ യോഗത്തിൽ രേഖപ്പെടുത്താം. അതിനുശേഷമായിരിക്കും ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് നേരിടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു സമാധാന യോഗം കൂടിയാണ് ഇപ്പോൾ സർവകക്ഷി യോഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്നത്. ഗ്രീഷ്മ, ലെസ്ലി, അതോടൊപ്പം തന്നെ ഇന്ന് അരുൺ ജെയ്റ്റ്ലി കേരളത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് ഈ യോഗത്തെ സ്വാധീനിക്കുക? അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രസംഗങ്ങൾ, ചില വിവാദങ്ങളൊക്കെ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഗ്രീഷ്മ, കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇന്ന് സംസ്ഥാനത്തെ തലസ്ഥാന നഗരിയുടെ വിവിധ ഭാഗങ്ങളിൽ RSS BJP പ്രവർത്തകരുടെ വീടുകളിലും ചില പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കേരളത്തിലേക്കുള്ള വരവ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് പ്രതിപക്ഷവും ഒപ്പം തന്നെ CPIM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും 4 മണിക്ക് ശേഷം അരുൺ ജെയ്റ്റ്ലി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രാജേഷ് അടക്കമുള്ള കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട രാജേഷ് അടക്കമുള്ളവരുടെ വീട്ടിൽ അദ്ദേഹം സന്ദർശനവും നടത്തുകയും ചെയ്തു. എന്നാൽ രാവിലെ നടന്ന മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ട് CPIMന്റെ 21 രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ രാജ്ഭവനിൽ ഉപവാസ സമരം നടത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ കേരള സന്ദർശനം കേവലം BJP നേതാവ് എന്ന നിലയിൽ കാണാനാകില്ല. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എല്ലാ വിധത്തിലുള്ള എല്ലാവരെയും ഏകദേവം കൂടി കാണാനുള്ള ഒരു സമചിത്ത രീതി കേന്ദ്രം ഉണ്ടാക്കണമെന്നായിരുന്നു കോടിയേരി പറഞ്ഞത്. ഒപ്പം തന്നെ യുദ്ധത്തിലും അല്ലാതെയും മരിച്ച സൈനികരുടെ ബഹുമാനാർത്ഥം അവരുടെ വീട് സന്ദർശിക്കാനും അദ്ദേഹം തയ്യാറായില്ല എന്ന കാര്യവും ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇപ്പോൾ യോഗത്തിലേക്ക് കുമ്മനം രാജശേഖരനും ഒപ്പം തന്നെ BJPയുടെ ഏക MLA ആയ O രാജഗോപാലും ഇപ്പോൾ ഈ സർവകക്ഷി ഹാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. യോഗം അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഗ്രീഷ്മ, സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തിരുവനന്തപുരം സന്ദർശനത്തിന് മറുപടിയുമായി CPIM രക്തസാക്ഷി കുടുംബങ്ങൾ രംഗത്ത്. ശ്രീകാര്യത്തെ രാജേഷിന്റെ വീട് മാത്രം സന്ദർശിച്ച കേന്ദ്രമന്ത്രി തങ്ങളെ കൂടി കാണണമെന്നാവശ്യപ്പെട്ട് RSS ആക്രമണത്തിൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകരുടെ ബന്ധുക്കൾ രാജ്ഭവന് മുന്നിൽ ധർണ നടത്തി. അരുൺ ജെയ്റ്റ്ലിയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയം കളിയാണെന്ന് രക്തസാക്ഷി കുടുംബങ്ങൾ കുറ്റപ്പെടുത്തി. അരുൺ ജെയ്റ്റ്ലിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിലെ പക്ഷപാതിത്വം ചൂണ്ടിക്കാട്ടിയാണ് RSS കൊലപ്പെടുത്തിയ CPIM പ്രവർത്തകരുടെ ബന്ധുക്കൾ രാജ്ഭവന് മുന്നിൽ ധർണ നടത്തിയത്. അരുൺ ജെയ്റ്റ്ലിയുടേത് തരം താഴ്ന്ന രാഷ്ട്രീയ കളിയാണെന്ന് രക്തസാക്ഷിയായ സജിൻ ഷാഹുലിന്റെ ഉമ്മ പീപ്പിൾ TVയോട് പറഞ്ഞു. അയാൾ കാണാൻ വരുന്നത് ഈ കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് നടന്ന കൊലയുടെ വീട്ടിലാണ് സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇത്രയും ദിവസം നമ്മൾ കണ്ണീര് കുടിച്ചതിന് അങ്ങേര് ഒരു വില കൽപ്പിച്ചില്ല. ഇനി ഞങ്ങൾക്ക് നീതി വേണം. ശ്രീകാര്യത്ത് കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ രാജേഷിന്റെ വീടിന് തൊട്ടടുത്താണ് SFIയുടെ അനശ്വര രക്തസാക്ഷി അജയ്യുടെ വീട്. എന്നാൽ അവിടെ പോകാനും ജെയ്റ്റ്ലി കൂട്ടാക്കിയില്ല. കടുത്ത രോക്ഷത്തോടെയാണ് അജയ്യുടെ പിതാവ് പീപ്പിളിനോട് പ്രതികരിച്ചത്. അപ്പോൾ അത് പ്രത്യേകിച്ച് അവരുടെ വീട്ടിൽ മാത്രം പോകുന്നത് ശരിയായില്ല.
എല്ലായിടത്തും പോകേണ്ടതാണ്. എല്ലാവരെയും ഒരുപോലെ കണക്കാക്കേണ്ടതാണ്. തന്റെ അച്ഛന്റെ കൊലപാതകങ്ങൾക്ക് സംഘപരിവാറിൽ ഉയർന്ന സ്ഥാനം ലഭിച്ചുവെന്ന് കൊല്ലപ്പെട്ട ആനാവൂരിലെ നാരായണൻ നായരുടെ മകൻ പറഞ്ഞു. ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, അച്ഛനെ നഷ്ടപ്പെട്ടവർ, മകനെ നഷ്ടപ്പെട്ടവർ, അച്ഛൻ്റെ സ്നേഹം അനുഭവിച്ച് മതിയാകാത്തവർ, ഒരു തരത്തിലുമുള്ള ഒരു പെറ്റി കേസിൽ പോലും പ്രതിയാകാത്ത നാരായണൻ നായർ എന്തിനു വേണ്ടിയിട്ടാണ് രാത്രി 10 മണിക്ക് 56 കഷ്ണങ്ങളായി വീടിനകത്ത് കയറി വെട്ടിനുറുക്കിയതെന്ന് മറുപടി പറയാൻ ഇവിടുത്തെ RSSകാർ തയ്യാറാകുന്നില്ല. ഈ കൊലപാതകം നടത്തിയതിലെ 1-ാം പ്രതി വെള്ളംകൊള്ളി രാജേഷ് ഇന്ന് BMSന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാവാണ്. ജെറ്റ്ലിയുടെ സന്ദർശനത്തോടെ കേന്ദ്രമന്ത്രിസഭ എന്നാൽ RSSന്റേതാണെന്നും ജനങ്ങളുടേതല്ലെന്നും തെളിഞ്ഞതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനെ RSS പറയുന്ന പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ നിങ്ങൾ പിരിച്ചുവിടട്ടെ, അപ്പോൾ നമുക്ക് കാണാം എന്ന് മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 21ഓളം രക്തസാക്ഷി കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. LDF കൺവീനർ വൈക്കം വിശ്വൻ, EP ജയരാജൻ, ആനാവൂർ നാഗപ്പൻ, V ശിവൻകുട്ടി, ആറ്റിങ്ങൽ MP A സമ്പത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIMനെ വെല്ലുവിളിച്ച അരുൺ ജെയ്റ്റ്ലി. അക്രമങ്ങളിൽ തളരുന്ന പാർട്ടിയല്ല BJP എന്ന് ജെയ്റ്റ്ലി. ശ്രീകാര്യത്ത് കൊല്ലപ്പെട്ട രാജേഷിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം BJP സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജെയ്റ്റ്ലി. വർദ്ധിത വീര്യത്തോടെ മുന്നേറാനും BJP പ്രവർത്തകരോട് അരുൺ ജെയ്റ്റ്ലി ആഹ്വാനം ചെയ്തു. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ കേരളത്തിലേക്കുള്ള വരവ് രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ഏകപക്ഷീയമായ സന്ദർശനം ആവരുതെന്ന് തലശ്ശേരിയിൽ RSSകാർ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ശ്രീജൻ ബാബുവിന്റെ ഭാര്യ രമ്യ. തിരുവനന്തപുരത്തെത്തുന്ന ജെയ്റ്റ്ലിക്ക് ഭർത്താവ് ശ്രീജനെ കാണാൻ വരണമെന്ന് കാണിച്ച് രമ്യ തുറന്ന കത്തയച്ചിരുന്നു. കഴിഞ്ഞ മാസം 3-നാണ് ശ്രീജനെ RSS ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കഴിഞ്ഞ 34 ദിവസമായി തലശ്ശേരിയിലെ CPIM പ്രവർത്തകനായ ശ്രീജൻ ബാബു ഈ കിടപ്പിലാണ്. കണ്ണൂർ എരഞ്ഞോളിയിലെ ഓട്ടോ ഡ്രൈവറായ ശ്രീജനെ ജൂലൈ 3 പകൽ 2 മണിയോടെയാണ് RSS ക്രിമിനൽ സംഘം വെട്ടിക്കൊലപ്പെടുത്താനായി ശ്രമിച്ചത്. ഓട്ടോ വളഞ്ഞ ശേഷം ശരീരമാസകലം വെട്ടുകയായിരുന്നു. വലതുകാലും ഇടതുകൈയും അറ്റുതൂങ്ങിയ നിലയിലായി. മാരകമായ 27 മുറിവുകൾ, 22 ചെറിയ മുറിവുകൾ വേറെയും. ഒരു ദിവസത്തിലധികം നീണ്ട ശസ്ത്രക്രിയ. വേദന കടിച്ചമർത്തി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ തീവ്രപരിചരണത്തിലാണ് ശ്രീജൻ ഇന്നും. കൂട്ടായി ഭാര്യയും എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രമ്യയുണ്ട്. കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ തിരുവനന്തപുരം സന്ദർശനം മാധ്യമങ്ങൾ വഴി അറിഞ്ഞതോടെയാണ് മന്ത്രിക്കൊരു തുറന്ന കത്തയക്കാൻ രമ്യ തയ്യാറായത്. RSSകാരുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയായവരെ കൂടി കാണാൻ മന്ത്രിക്ക് മനസ്സുണ്ടാവണമെന്ന് രമ്യ പീപ്പിളിനോട് പറഞ്ഞു. ഏകപക്ഷീയമായിട്ട് ഒരു RSSകാരനെ മാത്രം കണ്ടുപോകുമ്പോൾ നമ്മളെപ്പോലെ ഇത്തരത്തിൽ CPIMന്റെ ഭാഗത്തു നിന്ന് എത്രയോ ആളുകൾ, മരിച്ചതിന് തുല്യമായിട്ട് കിടക്കുന്ന എത്രയോ ആളുകൾ ഈ തരത്തിൽ ഉണ്ട്. അപ്പോൾ അവരെയൊന്നും പ്രശ്നങ്ങളും ജീവിത പ്രശ്നങ്ങളും അവരുടെ കുടുംബ പ്രശ്നങ്ങളും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒന്നും കാണാതെ ഇത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വലിയ വാർത്തയാക്കാന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. മരിച്ചെന്ന് കരുതിയാണ് ശ്രീജനെ വെട്ടിയ സംഘം മടങ്ങിയത്. ഇതിനു മുമ്പ് 2 തവണ ശ്രീജന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ശ്രീജനെ കാണാനെത്താനും ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച RSS ക്രിമിനലുകളെ തള്ളിപ്പറയാനും കേന്ദ്രമന്ത്രി തയ്യാറാവണമെന്നും രമ്യ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ ക്രമസമാധാനം തകരാറിലാണെന്ന BJP RSS പ്രചരണം പച്ചക്കള്ളമെന്ന് തെളിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കുകൾ. കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ ഏറെ മുന്നിലാണെന്ന് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കൊലപാതകം, വർഗീയ കലാപം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, മോഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് കേരളത്തെക്കാൾ ഏറെ മുന്നിലുള്ളത്. കേരളം കുറ്റകൃത്യങ്ങളുടെ നാടായി മാറിയെന്നും ക്രമസമാധാന നില തകരാറിലായതിനാൽ രാഷ്ട്രപതി ഭരണം വേണമെന്നുമാണ് BJP RSS നേതാക്കൾ ദേശീയ തലത്തിൽ നടത്തുന്ന പ്രചരണം. വസ്തുതകൾക്ക് നിരക്കാത്തതാണ് കേരളത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന പ്രചരണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ നോക്കുമ്പോൾ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ. അതേസമയം കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തമ്മിലാണ് മത്സരം. ഇനി കണക്കുകൾ നോക്കാം. കേരളത്തിൽ 2015 രജിസ്റ്റർ ചെയ്തത് 334 കൊലപാതക കേസുകൾ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ഥിതി ഇങ്ങനെ: മധ്യപ്രദേശ് 2339, മഹാരാഷ്ട്ര 2509, ഗുജറാത്ത് 1150, രാജസ്ഥാൻ 1569. ബലാത്സംഗ കേസുകൾ കേരളം 1256. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ: മധ്യപ്രദേശ് 4391, രാജസ്ഥാൻ 3644, മഹാരാഷ്ട്ര 4144. തട്ടിക്കൊണ്ടുപോകൽ കേരളത്തിൽ 271 കേസുകൾ, മധ്യപ്രദേശ് 6788, രാജസ്ഥാൻ 5426,
ഗുജറാത്ത് 2108, ജാർഖണ്ഡ് 1402. ഇനി ജാതി സംഘർഷത്തിന്റെ കണക്കുകൾ. കേരളത്തിൽ ഒരു വർഷത്തിനിടെ ഒരു കേസുകൾ പോലും ഉണ്ടായില്ല. അതേസമയം മോഡിയുടെ ഗുജറാത്തിൽ 141, മധ്യപ്രദേശിൽ 30. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. വർഗീയ സംഘർഷങ്ങളാകട്ടെ കേരളത്തിൽ ഒരു വർഷത്തിനിടെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഗുജറാത്തിൽ 45, മധ്യപ്രദേശിൽ 43, ജാർഖണ്ഡിൽ 68. മറ്റ് കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ നോക്കിയാലും BJP ഭരണമുള്ള സംസ്ഥാനങ്ങൾ കേരളത്തെക്കാൾ ഏറെ മുന്നിൽ തന്നെ. സംഘപരിവാർ നേതാക്കളുടെ മനക്കണക്കല്ല ഔദ്യോഗിക രേഖകളിലുള്ള യഥാർത്ഥ കണക്കുകൾ. ക്രമസമാധാനത്തിന്റെ പേരിലാണെങ്കിൽ ആദ്യം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തേണ്ടത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കണക്കുകൾ. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. മതസ്പർദ്ധ വളർത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പേരിൽ TP സെൻകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ജാമ്യത്തിൽ വിടണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയച്ചത്. ഇന്ത്യക്ക് വീണ്ടും മാതൃകയായി കേരളം. രാജ്യത്തെ ഏറ്റവും പുരോഗതിയുള്ള നഗരമായി നമ്മുടെ കൊച്ചി. ADB റിപ്പോർട്ടിലാണ് കൊച്ചി ഒന്നാമതെത്തിയത്. ന്യൂഡൽഹിയെ പിന്നിലാക്കിയാണ് കൊച്ചി 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന് വേണ്ടി നഗരവികസന മന്ത്രാലയത്തിന് കീഴിൽ നടത്തിയ പഠനത്തിലാണ് രാജ്യത്തെ ഏറ്റവും പുരോഗതിയുള്ള നഗരം കൊച്ചിയെന്ന് വിലയിരുത്തിയത്. ന്യൂഡൽഹി 2ാം സ്ഥാനത്തും പഞ്ചാബിലെ ലുധിയാന 3ാം സ്ഥാനത്തുമെന്നാണ് കണ്ടെത്തൽ. സ്മാർട്ട് സിറ്റികളായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യത്തെ 20 നഗരങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ബഹുതല പുരോഗതി സൂചിക അനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ 28 മാനദണ്ഡങ്ങളുണ്ട്. ഇതിനായി 2011 സെൻസസ്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ യൂണിറ്റ് തല ഡേറ്റ തുടങ്ങിയവ ക്രോഡീകരിക്കുകയായിരുന്നു. പുരോഗതി സൂചികയിൽ കൊച്ചിക്ക് 329.8 പോയിന്റുകളും രണ്ടാമതെത്തിയ ന്യൂഡൽഹിക്ക് 248.3 പോയിന്റുകളുമാണ് ലഭിച്ചത്. കൊച്ചിയുടെ കുതിപ്പിന് കാരണമായത് ഭൗതികവും സാമ്പത്തികവുമായ അടിസ്ഥാന സൗകര്യങ്ങളും സാമൂഹിക ആവശ്യങ്ങൾക്കുള്ള ആസ്തികളുമാണ്. റോഡുകളുടെ സാന്ദ്രത, ബാങ്കുകളുടെ ലഭ്യത, ഇന്റർനെറ്റ് അവസരങ്ങൾ ഇവയൊക്കെ കൂടാതെ ലൈബ്രറികൾ, സിനിമാ തിയേറ്ററുകൾ എന്നിവയാണ് കണക്കിലെടുത്തത്. പുരോഗമനത്തിൽ മുന്നിലെത്തിയ അറബിക്കടലിന്റെ റാണി കൊച്ചിക്ക് പോരായ്മകളുമുണ്ട്. അവയെ മറികടക്കുവാൻ ഇനി ഊന്നൽ നൽകേണ്ടത് മാനവ വികസനത്തിനും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായിരിക്കണം എന്നാണ് ADB റിപ്പോർട്ടിൽ പറയുന്നത്. ന്യൂസ് ഡെസ്ക്. രാഷ്ട്രീയ നേതാവിൽ നിന്നും നായകനായി ക്യാമറയ്ക്ക് മുന്നിലേക്ക് മന്ത്രി G. സുധാകരൻ. G. സുധാകരന്റെ തന്നെ കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിലാണ് അദ്ദേഹം നായകനായി എത്തുന്നത്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞപ്പോൾ ബനിയനും കള്ളിമുണ്ടുമോർത്ത് മന്ത്രി G. സുധാകരൻ വീടിന്റെ ഉമ്മറത്തെ കസേരയിൽ വന്നിരുന്ന് എഴുതാൻ തുടങ്ങി. ആൽബത്തിന്റെ ആദ്യ ഷോട്ട് ആദ്യ ടേക്കിൽ തന്നെ ഓക്കെ. G. സുധാകരൻ താൻ തന്നെ എഴുതിയ കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിലാണ് നായകനായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. തന്നെ കുട്ടനാട്ടുകാരനായിട്ടാണ് G. സുധാകരൻ വേഷമിടുന്നത്. കുട്ടനാടിന്റെ ഗ്രാമപശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ആൽബത്തിൽ അഭിനയിക്കാൻ മന്ത്രി രാവിലെ 6:45 തന്നെ സെറ്റിലെത്തി. 2 മണിക്കൂറോളം നീണ്ട അഭിനയത്തിന് ശേഷം 9 മണിയോടെ തിരിച്ചു പോവുകയും ചെയ്തു. കലാഭവൻ ഷാജോൺ നായകനായി എത്തിയ പരീത് പണ്ടാരി എന്ന ചിത്രത്തിന്റെ സംവിധായകനായ ഗഫൂർ ഇല്യാസാണ് ആൽബത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കവിത ആലപിച്ചിരിക്കുന്നത് രാജേഷ് കൊച്ചുവീട്ടിലാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടിക്കലാശം. ചൊവ്വാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 35 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് കൊച്ചിയിൽ തുടക്കമായി. പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് KP സഹദേവൻ അധ്യക്ഷനായിരുന്നു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദീപഞ്ചൻ ചക്രവർത്തി, CN മോഹനൻ, K ചന്ദ്രൻപിള്ള, CM ദിനേശ് മണി തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ തൊഴിലാളികൾ അണിനിരക്കുന്ന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിപ്പാടി അടിവാരത്തുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൊടുവള്ളി കരുവൻപോയിൽ സ്വദേശികളായ കുടുംബത്തിന് നാട് കണ്ണീരോടെ വിട നൽകി. ശനിയാഴ്ച രാത്രി 10:30 കരുവൻപോയിലെത്തിച്ച മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ കോരിച്ചൊഴിയുന്ന മഴയത്തും ആയിരക്കണക്കിന് ആളുകളാണ് കാത്തുനിന്നത്. വയനാട് സ്വദേശി പ്രമോദിന്റെയും പടനിലം സ്വദേശിനിയായ ഫാത്തിമ നഹയുടെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. കൊളംബോ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സിനും 53 റൺസിനും ജയിച്ചു. ജഡേജയ്ക്ക് 5 വിക്കറ്റ്. മനു ചേരുകയാണ് വിവരങ്ങളുമായി. മനു, ഇടയ്ക്കൊന്ന് പതരെങ്കിലും ഇന്ത്യ ശക്തമായ നിലയിൽ പിന്നീട് തിരിച്ചു വരികയായിരുന്നു. എങ്ങനെയായിരുന്നു ഇന്നത്തെ കളി? വിശദാംശങ്ങൾ കൂടി.
റൺസിനും ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഇപ്പോൾ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നത്. കൊളംബോയിൽ നടന്ന രണ്ടാമത്തെ ടെസ്റ്റിൽ ഫോളോ ഓൺ ചെയ്ത് ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക ഒരു ഘട്ടത്തിൽ മികച്ച നിലയിലായിരുന്നു. 2 വിക്കറ്റ് നഷ്ടത്തിൽ 209 എന്ന നിലയിൽ നിന്നും പിന്നീട് അവരെ 386 റൺസിലെ ഓൾ ഔട്ട് ആവുന്ന നിലയിലേക്ക് ഇന്ത്യൻ ബൌളർമാർ എത്തിക്കുകയായിരുന്നു. 5 വിക്കറ്റ് വീഴ്ത്തിയ രവീന്ദ്ര ജഡേജയുടെ ബൌളിംഗിന് മുൻപിലാണ് രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക തകർന്നത്. അവർക്കായി അവർ ബാറ്റ് ചെയ്തപ്പോൾ സെഞ്ചുറിയുമായി കരുണരത്നയും കുശാൽ മെൻഡിസും ഒരു മികച്ച തുടക്കം നൽകിയിരുന്നു. എന്നാൽ പിന്നീട് വന്നവർക്ക് അത് മുതലാക്കാൻ ആയില്ല. കരുണരത്ന 141 റൺസും കുശാൽ മെൻഡിസ് 110 റൺസും എടുത്തു. നേരത്തെ ആദ്യം ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത ഇന്ത്യ 622 റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് ഉയർത്തിയത്. ഇതിന് മറുപടിയായിട്ട് ഇറങ്ങിയ ശ്രീലങ്ക ആദ്യ ഇന്നിംഗ്സിൽ വെറും 183 റൺസിന് പുറത്താവുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യ ശ്രീലങ്കയെ ഫോളോ ഓൺ ചെയ്ത് ബാറ്റിംഗിന് അയച്ചത്. ഫോളോ ഓൺ ചെയ്ത് ബാറ്റിംഗിന് ഇറങ്ങിയ രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ആദ്യഘട്ടത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് തുടങ്ങിയത്. കരുണരത്നയും മെൻഡിസും ചേർന്ന് അവർക്ക് മികച്ചൊരു തുടക്കം സമ്മാനിച്ചു. പക്ഷെ പിന്നീട് വന്നവർക്ക് അത് മുതലാക്കാതെ പോയതാണ് പ്രശ്നമായി മാറിയത്. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തി അശ്വിൻ ഇന്ത്യക്ക് ബോളിംഗ് മേൽക്കൈ നൽകിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ അത് ജഡേജ ഏറ്റെടുക്കുകയായിരുന്നു. മാത്രമല്ല ജഡേജ ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും നേടിയിരുന്നു. ഗാളിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 304 റൺസിനും ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിൽ കൊളംബോയിൽ ഇന്നിംഗ്സിനും 53 റൺസിനും ജയിച്ചതോടെയാണ് ഇന്ത്യ പരമ്പര നേടിയത്. വിരാട് കോഹ്ലി ക്യാപ്റ്റനായതിനു ശേഷമുള്ള ആദ്യ വിദേശ പര്യടനം കൂടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കോഹ്ലിക്കും വലിയൊരു നേട്ടം തന്നെയാണ് ഈ പരമ്പര എന്ന് പറയാം. അതേസമയം ശ്രീലങ്കൻ ക്രിക്കറ്റിന് തന്നെ ഈ തോൽവി വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഒരുപാട് ടീമിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഉയർന്നു കഴിഞ്ഞു. അർജുന രണതുംഗി അടക്കമുള്ളവർ കഴിഞ്ഞ ദിവസം ടീമിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തോൽവി കൂടി വരുമ്പോൾ ശ്രീലങ്കൻ ക്രിക്കറ്റിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഒരു ദിവസം ബാക്കി നിൽക്കെ ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ജയിക്കുമ്പോൾ ഇനി ഒരു ടെസ്റ്റും കൂടെ ഈ പരമ്പരയിൽ നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് ബാക്കി നിൽക്കെ തന്നെ ഇന്ത്യ പരമ്പര നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ബൌളർമാർ ഇന്ന് മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും ഇന്ത്യൻ സ്പിന്നർമാർ അശ്വിനും ജഡേജയും ചേർന്ന ഈ സ്പിൻ കെണിയിലാണ് ശ്രീലങ്ക തകർന്നു പോയത് എന്ന് തന്നെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശ്വിൻ ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റ് വീഴ്ത്തി. രണ്ടാം ഇന്നിംഗ്സിൽ ആ റോൾ രവീന്ദ്ര ജഡേജ ഏറ്റെടുക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറിയും രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റും വീഴ്ത്തിയ രവീന്ദ്ര ജഡേജ തന്നെയാണ് കളിയിലെ കേമനും. അതേസമയം തന്നെ തോറ്റെങ്കിലും കരുണരത്നയുടെയും കുശാൽ മെൻഡിസിന്റെയും സെഞ്ചുറി നേടിയ ബാറ്റിംഗ് പ്രകടനവും ശ്രീലങ്കൻ നിരയിൽ ശ്രദ്ധേയമായിരുന്നു. ഗിരീഷ്മ. വ്യക്തമാണ്. മനുവാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെയും നാദിർഷയുടെയും ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഇന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കും. ദിലീപ് നാളെ ഹൈക്കോടതിയിൽ വീണ്ടും ജാമ്യാപേക്ഷ സമർപ്പിക്കും. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റത്തിൽ തെളിവുകൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും തുടരുന്നത്. കേസിലെ പ്രധാന തെളിവായ മൊബൈൽ ഫോൺ കണ്ടെടുക്കാനാവാത്ത സാഹചര്യത്തിൽ മൊഴികളും സാഹചര്യ തെളിവുകളുമാണ് പോലീസ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സിനിമാ രംഗത്ത് പൾസർ സുനിയുമായി ബന്ധമുള്ള മുഴുവൻ പേരെയും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. സംഭവത്തിൽ നാദിർഷയുടെ പങ്ക് സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നാദിർഷയോട് അന്വേഷണ സംഘം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പുണ്ണിയുടെയും നാദിർഷയുടെയും മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപ് നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. പ്രമുഖ ക്രിമിനൽ അഭിഭാഷകനായ ബി രാമൻപിള്ള ദിലീപിനായി കോടതിയിൽ ഹാജരാകും. ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഭിഭാഷകരുമായി ആലുവ സബ് ജയിലിൽ ദിലീപ് 1.5 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി. പ്രോസിക്യൂഷൻ നേരത്തെ ജാമ്യാപേക്ഷയെ എതിർത്ത് ഉന്നയിച്ച വാദങ്ങൾ ഇപ്പോൾ പ്രസക്തമല്ലെന്ന് കാണിച്ചാണ് ഹൈക്കോടതിയിൽ വീണ്ടും ദിലീപ് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 14ാം കേരള നിയമസഭയുടെ 7ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പൂർണ്ണമായും നിയമനിർമ്മാണം മാത്രം ലക്ഷ്യമിട്ടാണ് സമ്മേളനം ചേരുന്നത്. 13 ദിവസം നീണ്ടുനിൽക്കുന്ന സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാവാനാണ് സാധ്യത. പൂർണ്ണമായും നിയമനിർമ്മാണം മാത്രം ലക്ഷ്യമിട്ടാണ് 13 ദിവസത്തേക്ക് 14ാം നിയമസഭയുടെ 7ാം സമ്മേളനം ചേരുന്നത്. കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം പുറപ്പെടുവിച്ച 9 ഓർഡിനൻസുകൾക്ക് പകരമുള്ള ബില്ലുകളാണ് ഇതിൽ പ്രധാനം. സമ്മേളനം ആരംഭിക്കുന്ന ആദ്യ ദിവസമായ ഓഗസ്റ്റ് 7-ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം ക്രമപ്പെടുത്തുന്നതും നിയന്ത്രിക്കുന്നതുമായ 2017 കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ബില്ലും കേരള സഹകരണ സംഘങ്ങൾ ഭേദഗതി ബില്ലും അവതരിപ്പിക്കും. എന്നാൽ സമീപകാല രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രമസമാധാന തകർച്ച ചൂണ്ടിയാവും
പ്രതിപക്ഷം ഇതിനെ ചെറുക്കുക. സ്വാശ്രയ പ്രവേശനത്തിനായി കൊണ്ടുവന്ന ഓർഡിനൻസിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആഞ്ഞടിക്കുമെന്നത് ഉറപ്പാണ്. GST വന്നതിന് ശേഷം വിലക്കുറവുണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ധനമന്ത്രിക്കെതിരെയും തിരിയും. ഒപ്പം BJP കോഴയും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. അതിലുപരിയായി CPI CPM ഭിന്നതയും മൂന്നാർ വിഷയത്തിൽ റവന്യൂ മന്ത്രിക്ക് മുഖ്യമന്ത്രിയിൽ നിന്നും ഭിന്ന നിലപാടുണ്ടെന്ന് സ്ഥാപിക്കാനും പ്രതിപക്ഷം ശ്രമിക്കും. സഭാ സമ്മേളനത്തിലെ ഫ്ലോർ മാനേജ്മെന്റ് ചർച്ച ചെയ്യുന്നതിനായി മുതിർന്ന നേതാക്കൾ ഇന്ന് യോഗം ചേർന്നേക്കും. സമീപകാലത്തെ സ്ത്രീപീഡന സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയാവും ഭരണപക്ഷം പ്രത്യാക്രമണം നടത്തുക. പ്രതിപക്ഷത്തെ പ്രമുഖ MLA ആയ M. വിൻസെന്റ് സ്ത്രീപീഡന കേസിൽ ജയിലിലായത് ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം പ്രതിരോധം തീർക്കുമ്പോൾ പ്രതിപക്ഷം വിയർക്കുമെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിലുള്ളതുപോലെ ഇത്തവണയും പ്രതിപക്ഷ നിര വിഷയദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. 13 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം രാഷ്ട്രീയ വാഗ്വാദങ്ങളുടെ കേളിമുഖമാകുമെന്നത് ഉറപ്പാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് അബ്ദുൾ നാസർ മദനി കേരളത്തിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ മദനിയെ അനുഗമിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം കൊല്ലം അൻവാർശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, എപ്പോഴാണ് മദനി എത്തിച്ചേർന്നത്? സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഗിരീഷ്മ, അബ്ദുൾ നാസർ മദനി ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെയും വഹിച്ചുള്ള വിമാനം, എയർ ഏഷ്യയുടെ വിമാനം ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മദനി പുറത്തേക്ക് ഇറങ്ങും. മദനിയോടൊപ്പം അദ്ദേഹത്തിന്റെ ഇളയ മകൻ ഉണ്ട്. ഇത് കൂടാതെ കർണാടക പോലീസിൽ നിന്നുള്ള 2 സർക്കിൾ ഇൻസ്പെക്ടർമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ ഇദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പോലീസുകാർ, കർണാടകയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്ന മദനിക്ക് ഇപ്പോൾ കേരള പോലീസും വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മദനി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്ന പ്രത്യേക വാഹനത്തിൽ കൊല്ലത്തേക്ക്, അദ്ദേഹത്തിന്റെ ജന്മദേശമായ കൊല്ലം അൻവാർശ്ശേരിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഈ വിമാനത്താവളത്തിൽ മദനിയെ സ്വീകരിക്കാനായി PDP പ്രവർത്തകർ നിരവധി പേർ എത്തിയിട്ടുണ്ട്. PDP വർക്കിംഗ് ചെയർമാൻ പൂന്തുറ സിറാജ് അടക്കമുള്ളവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള PDP പ്രവർത്തകർ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ട്. അദ്ദേഹം പുറത്തിറങ്ങി നേരെ അൻവാർശ്ശേരിയിലേക്ക് പ്രത്യേക വാഹനത്തിൽ പോകും. രാത്രിയോടെ അൻവാർശ്ശേരിയിലെത്തുന്ന മദനി മാതാപിതാക്കളെയും മറ്റ് ബന്ധുക്കളെയും കാണും. ഇതിനുശേഷം പ്രധാനമായും അദ്ദേഹത്തിന് ഈ ജാമ്യാവസ്ഥയിൽ ഇളവ് ലഭിക്കുന്നത് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ്. മകന്റെ വിവാഹം നടക്കുന്നത് ഈ മാസം 9-നാണ്. 9-ന് തലശ്ശേരിയിലാണ് വിവാഹം നടക്കുന്നത്. ഈ തലശ്ശേരിയിൽ ഉള്ള വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം 8-ാം തീയതി തന്നെ തലശ്ശേരിയിലേക്ക് പോകും. വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം തിരിച്ച് കൊല്ലം അൻവാർശ്ശേരിയിലേക്ക് തന്നെ മടങ്ങിയെത്തും. ഇതിനുശേഷം കൊല്ലം ടൗൺ ഹാളിൽ വെച്ച് ഈ മാസം 11-ന് മകന്റെ വിവാഹ സൽക്കാര ചടങ്ങ് നടക്കുന്നുണ്ട്. അതിലും അദ്ദേഹം പങ്കെടുക്കും. അതിനുശേഷം 19-ാം തീയതിയാണ് അദ്ദേഹം തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോവുക. ഈ മാസം 19 വരെ അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ടാകും. അത്തരത്തിലാണ് മദനിക്ക് ജാമ്യാവസ്ഥയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അബ്ദുൾ നാസർ മദനി അല്പസമയത്തിനകം തന്നെ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും. ഉമേഷ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ആരൊക്കെയാണ് അനുഗമിക്കുന്നത്? കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ടോ, അതോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ടോ അവർ? ഗിരീഷ്മ, ഇപ്പോൾ മദനിയുടെ കൂടെ ഉള്ളത് മദനിയുടെ ഇളയ മകനാണ് അദ്ദേഹത്തോടൊപ്പമുള്ളത്. മറ്റൊരു ബന്ധുവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട് എന്നാണ് അറിയുന്നത്. ഇതുകൂടാതെ കർണാടക പോലീസിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥരാണ് മദനിക്കൊപ്പമുള്ളത്. സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥർ അനുഗമിക്കുന്നത്. എന്നാൽ ഇവിടെ വിമാനത്താവളത്തിലും നിരവധി പ്രവർത്തകരാണ്, പാർട്ടി പ്രവർത്തകരാണ് വിമാനത്താവളത്തിൽ മദനിയെ സ്വീകരിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് കൂടാതെ വലിയ സുരക്ഷയും ഈ വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ തന്നെ അദ്ദേഹം കൊല്ലം അൻവാർശ്ശേരിയിൽ എത്തും. നേരെ വിമാനത്താവളത്തിന് പുറത്തിറങ്ങുന്ന മദനി പ്രത്യേക വാഹനത്തിൽ കൊല്ലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ചു ദിവസം കൊല്ലത്ത് തന്നെയായിരിക്കും. അതിനുശേഷം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 8-ാം തീയതിയാണ് അദ്ദേഹം തലശ്ശേരിയിലേക്ക് പോവുക. 9-ാം തീയതി മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം വീണ്ടും കൊല്ലത്തേക്ക് തന്നെയാണ് വരുന്നത്. പിന്നീട് കൊല്ലം ടൗൺ ഹാളിൽ 11-ാം തീയതി വിവാഹ സൽക്കാര ചടങ്ങ് നടക്കുന്നുണ്ട്. അതിലും മദനി പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം 19-ാം തീയതിയാണ് ഗിരീഷ്മ. ഉമേഷ്, കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും എത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ്? മദനിയുടെ വരവ് പ്രമാണിച്ച് വിമാനത്താവളത്തിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ടോ കേരള പോലീസ്? തീർച്ചയായും കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും DYSPമാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്.
നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം റൂറൽ എസ് പി അശോകനാണ് ഈ സുരക്ഷാ ചുമതല വഹിക്കുന്നത്. ഇതുകൂടാതെ മറ്റ് ഡിവൈഎസ്പിമാരും ഈ സുരക്ഷയുടെ ഭാഗമായി വിമാനത്താവളത്തിലുണ്ട്. ഇതുകൂടാതെ മറ്റ് സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിരവധി ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിമാനത്താവളത്തിൽ ഉണ്ട്. വലിയ സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ ഇദ്ദേഹത്തെ സ്വീകരിക്കാനായി പാർട്ടി പ്രവർത്തകരും നിരവധിയായി തന്നെ ഇപ്പോൾ വിമാനത്താവളത്തിൽ ഉണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉമേഷ്, PDP പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ആവേശ പ്രകടനങ്ങളോ അങ്ങനെ എന്തെങ്കിലും നടക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? ഗിരീഷ്മ, നേരത്തെ ചെറിയ തോതിലുള്ള പ്രകടനങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഈ സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രകടനങ്ങൾ ഇല്ല. പ്രത്യേകിച്ച് വലിയ കൂട്ടത്തോടെയുള്ള പ്രകടനങ്ങൾ അത്തരത്തിലൊന്നുമില്ല. ചെറിയ തോതിൽ മുദ്രാവാക്യം വിളികളും മറ്റുമായാണ് പ്രവർത്തകർ ഉള്ളത്. ഒരുപക്ഷെ ഇനി അദ്ദേഹം പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അത്തരത്തിലുള്ള മുദ്രാവാക്യം മുഴക്കൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെല്ലാം ഇദ്ദേഹത്തെ കാണാനായി ഈ വിമാനത്താവളത്തിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം പുറത്തു വരുന്നതോടെ ഒരുപക്ഷെ അത്തരത്തിലുള്ള മുദ്രാവാക്യ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അബ്ദുൽ നാസർ മദനി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്കെത്തും. സുപ്രീംകോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് അബ്ദുൽ നാസർ മദനി കേരളത്തിലെത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. ഉമേഷ്, ഒരിക്കൽ കൂടി ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. ഉമേഷ്, അദ്ദേഹം എപ്പോൾ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത്? സുരക്ഷാ പരിശോധനകളിലൂടെയൊക്കെ കഴിഞ്ഞിട്ടാവുമോ അദ്ദേഹവും പുറത്തിറങ്ങുക? അങ്ങനെയാണ് കരുതുന്നത്. നേരത്തെ ഒരു 10 മിനിറ്റായി അദ്ദേഹം ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മറ്റു ചില സുരക്ഷാ പരിശോധനകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പുറത്തു വരിക. മറ്റു യാത്രക്കാരുമുണ്ട്. ആരും തന്നെ ഇതുവരെ പുറത്ത് ഇറങ്ങിയിട്ടില്ല. ഈ വിമാനത്തിൽ വന്നവർ അല്പസമയത്തിനകം തന്നെ പുറത്ത് ഇറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ 10 മിനിറ്റിനകം തന്നെ പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗിരീഷ്മ, ഇപ്പോൾ PDPയുടെ വർക്കിംഗ് ചെയർമാൻ പൂന്തറ സിറാജ്, മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിനകത്ത് കയറിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ അകത്ത് കയറാനുള്ള അനുമതിയില്ല. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ് അനുമതിയുള്ളത്. പ്രത്യേകിച്ച് PDPയുടെ നേതാക്കളായ പൂന്തറ സിറാജും അത്തരത്തിലുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്ക് മാത്രമാണ് ഇപ്പോൾ അകത്ത് കയറാൻ അനുമതി നൽകിയിരിക്കുന്നത്. മറ്റ് പ്രവർത്തകരെല്ലാം തന്നെ പുറത്താണ് ഉള്ളത്. സുരക്ഷയും മറ്റും എല്ലാം തന്നെ പോലീസ് സജ്ജമാക്കി കഴിഞ്ഞു. അതിനെ സ്വീകരിക്കാനായി പ്രവർത്തകരും തയ്യാറായി ഒരുങ്ങി നിൽക്കുകയാണ്. സുരക്ഷാ പരിശോധനയും മറ്റും പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഏതു നിമിഷവും അദ്ദേഹം പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇദ്ദേഹം കയറുന്ന വാഹനത്തിലും മറ്റും പോലീസ് നേരത്തെ തന്നെ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ്, പ്രധാൻ സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് അബ്ദുൽ നാസർ മദനി കേരളത്തിൽ എത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം കൊല്ലം അൻവാർശ്ശേരിയിലേക്ക് പോകും. ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് മദനി കേരളത്തിലെത്തിയിരിക്കുന്നത്. കർണാടക സർക്കാർ 15 ലക്ഷം രൂപയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിലവായി മദനിൽ നിന്നും ഈടാക്കണമെന്നാവശ്യപ്പെട്ടത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് 1,12,000 രൂപയിലേക്ക് കുറയ്ക്കുകയായിരുന്നു.
സുപ്രീം കോടതി ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് അബ്ദുൽ നാസർ മദനി കേരളത്തിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ മദനിയെ അനുഗമിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം കൊല്ലം അൻവാർശേരിയിലേക്ക് പോകും. മൂത്ത മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും ഒപ്പം രോഗബാധിതരായ മാതാപിതാക്കളെ കാണാനുമാണ് അദ്ദേഹം 19-ാം തീയതി വരെ കേരളത്തിൽ തുടരുക. വളരെ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മദനി കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യാത്രയെ സംബന്ധിച്ച് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കർണാടക സർക്കാരിന് വലിയ തോതിലുള്ള വിമർശനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കേൾക്കേണ്ടി വന്നത്. 15 ലക്ഷത്തോളം രൂപയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചിലവിലേക്കായി കർണാടക സർക്കാർ മദനിയിൽ നിന്നും ഈടാക്കണമെന്നാവശ്യപ്പെട്ടത്. എന്നാൽ സുപ്രീം കോടതി ഇതിനെ വലിയ രീതിയിൽ വിമർശിക്കുകയായിരുന്നു. മദനിയുടെ യാത്ര മുടക്കാനാണോ സർക്കാരിന്റെ ശ്രമം എന്നവരെ ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഇതിനിടയിൽ കേരളവും മദനിക്ക് സുരക്ഷ ഒരുക്കാൻ തയ്യാറാണെന്ന രീതിയിൽ മുഖ്യമന്ത്രി കത്തയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഏറെ വിവാദങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മദനി കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. 4 ദിവസത്തേക്കാണ് അദ്ദേഹം കേരളത്തിൽ തുടരുക. ക്ഷമിക്കണം, 19-ാം തീയതി വരെയാണ് അദ്ദേഹം കേരളത്തിൽ തുടരുക. മകന്റെ വിവാഹ ചടങ്ങിലും ഒപ്പോൾ രോഗിയായ മാതാപിതാക്കളെ കാണാനും അദ്ദേഹത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. PDP പ്രവർത്തകർ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് നടത്തുന്നത്. ഉമേഷ്, കേൾക്കാമെന്ന് കരുതുന്നു. ഇപ്പൊ കേൾക്കാം. ചോദിച്ചോ. ഉമേഷ്, സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ച് അദ്ദേഹത്തിന് മറ്റു മാർഗങ്ങളിലൂടെ വാഹനത്തിൽ എത്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ, അതോ പ്രധാന കവാടത്തിൽ കൂടി തന്നെയാവുമോ മദനി എത്തുക? ഗിരീഷ്മ, പ്രധാന കവാടത്തിൽ കൂടെ തന്നെയാണ് മദനി എത്തുക. സാധാരണഗതിയിൽ ഈ ഇറങ്ങി വരുന്ന ഭാഗത്ത് സാധാരണ എല്ലാവർക്കും ഇതിനകത്തേക്ക് പ്രവേശനം ഉണ്ടാകാറുണ്ട്. ഒരു അകത്തേക്ക് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്ക് ഇതിനകത്തേക്ക് പ്രവേശനം സാധ്യമാവാറുണ്ട്. എന്നാൽ അതെല്ലാം ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നിർത്തി ആ ഭാഗമെല്ലാം ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോകാനായി പ്രത്യേകം ഒരു വഴിയൊരുക്കിയ ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ പോകുന്ന വഴിയെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. മദനിക്ക് പോകാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇതിന് ചുറ്റും നിന്നാണ് ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയും മറ്റും ചെയ്യുന്നത്. നിരവധിയായ PDP പ്രവർത്തകരാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുന്നത്. അവർ നേതാവിനെ കാണാനായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അബ്ദുൽ നാസർ മദനി പുറത്തേക്ക് ഇറങ്ങുമെന്ന് തന്നെയാണ് കരുതുന്നത്. 3:15 തന്നെ അദ്ദേഹത്തെയും വഹിച്ചുള്ള വിമാനം, എയർ ഏഷ്യ വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നതാണ്. ഇപ്പോൾ PDP വർക്കിംഗ് ചെയർമാൻ പൂന്തറ സിറാജ് അടക്കമുള്ളവർ ഈ വിമാനത്താവളത്തിനകത്തേക്ക് കയറിയിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇളയ മകനും കർണാടക പോലീസിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥരും മറ്റൊരു ബന്ധുവും ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസിൽ നിന്നുള്ള മറ്റ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ കേരളത്തിലേക്ക് യാത്ര തിരിച്ചതാണ്. ഇതുകൂടാതെ കേരള പോലീസും വലിയ തോതിലുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റൂറൽ SP അശോകന്റെ നേതൃത്വത്തിൽ വലിയൊരു പോലീസ് സംഘം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ട്. നേരെ അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം പ്രത്യേക വാഹനത്തിൽ കൊല്ലം അൻവാർശേരിയിലേക്കാണ് പോവുക. അൻവാർശേരിയിലും രാത്രിയോടെ എത്തിച്ചേരാൻ അവിടെയും വലിയ സ്വീകരണം അദ്ദേഹത്തിന് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അൻവാർശേരിയിൽ അദ്ദേഹം ഈ മാസം 9-ന് നടക്കുന്ന മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി തലശ്ശേരിയിലേക്ക് പോകും. 8-ാം തീയതി തന്നെ തലശ്ശേരിയിലേക്ക് പോകും. 9-ാം തീയതി വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങി അൻവാർശേരിയിലേക്ക് തന്നെയാണ് എത്തുക.
അൻവാർശ്ശേരിയിൽ എത്തിയതിനു ശേഷം കൊല്ലത്ത് ഈ മാസം 11-ന് മകൻ്റെ വിവാഹ സൽക്കാര ചടങ്ങ് കൊല്ലം ടൗൺ ഹാളിലുണ്ട്. അതിലും മദനി പങ്കെടുക്കുന്നുണ്ട്. ഇതിനുശേഷം 19-ാം തീയതിയാണ് അദ്ദേഹം ബംഗളൂരുവിലേക്ക് മടങ്ങിപ്പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജാമ്യവ്യവസ്ഥയിൽ ഇളവ് ലഭിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അബ്ദുൽ നാസർ മദനി കേരളത്തിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി വലിയ ഒരു പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു നിര തന്നെ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ട്. അദ്ദേഹത്തിന് പോകാനുള്ള പുറത്തിറങ്ങി വാഹനത്തിൽ കയറാനുള്ള വഴിയെല്ലാം ഇപ്പോൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. പ്രത്യേകം വഴി ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇതിലൂടെയായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ടുപോവുക. മറ്റ് സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെല്ലാം തന്നെ ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കൊണ്ടുപോവുക എന്നാണ് അറിയുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അബ്ദുൽ നാസർ മദനി വിമാനത്താവളത്തിലേക്ക് പുറത്തേക്ക് വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പാർട്ടി പ്രവർത്തകരും മറ്റെല്ലാവരും തന്നെ. ഉമേഷ്, ഈ നെടുമ്പാശ്ശേരിയിൽ നിന്നും അൻവാർശ്ശേരി വരെയുള്ള യാത്രയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? കർണാടക പോലീസാണോ സുരക്ഷ ഒരുക്കുന്നത്, അതോ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നാണോ ഇത്തരത്തിലുള്ള നടപടികൾ നീക്കിയത്? നേതൃത്വത്തിലാണ്. ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള പോലീസിന്റെ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ കർണാടക പോലീസും അദ്ദേഹത്തോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്നുണ്ട്. ആ കർണാടക പോലീസ് സംഘത്തെ കൂടാതെ കൊല്ലം അൻവാർശ്ശേരി വരെ തന്നെ കേരള പോലീസിന്റെ സംഘം അബ്ദുൽ നാസർ മദനിയെ അനുഗമിക്കുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പോലീസ് വാഹനം ഈ മദനി സഞ്ചരിക്കുന്ന വാഹനത്തിന് അകമ്പടിയാകും. അൻവാർശ്ശേരി വരെ അത്തരത്തിലുള്ള അകമ്പടി ഉണ്ടാകും. ഇതുകൂടാതെ കർണാടക പോലീസ് ഈ കേരളത്തിൽ കഴിയുന്ന 14 ദിവസവും മദനിക്കുള്ള സുരക്ഷ ഒരുക്കുന്നുണ്ട്. കർണാടക പോലീസ് അതിനുള്ള സംഘം നേരത്തെ തന്നെ കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 14 ദിവസമാണ് അദ്ദേഹം കേരളത്തിൽ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 9-ാം തീയതിയിലെ മകൻ്റെ വിവാഹത്തിലും പിന്നീട് 11-ാം തീയതി നടക്കുന്ന വിവാഹ സൽക്കാര ചടങ്ങിലും മദനി പങ്കെടുക്കും. 19-ാം തീയതിയാണ് മടങ്ങിപ്പോവുക. വലിയ സുരക്ഷ തന്നെയാണ് മദനിയുടെ വരവ് പ്രമാണിച്ച് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളത്. നിരവധി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെയുണ്ട്. കൂടാതെ പാർട്ടി പ്രവർത്തകർ നിരവധിയായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷവും അബ്ദുൽ നാസർ മദനി വിമാനത്താവളത്തിന് പുറത്തേക്ക് വരും, ഒരു നോക്ക് കാണാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തകർ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ ഈ മദനി പുറത്തേക്ക് വരുന്ന ഈ വേളയിൽ ഈ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മദനി പുറത്തേക്ക് വരും. ഗിരീഷ്മ. ഉമേഷ്, 1 വർഷത്തിന് ശേഷമാണ് മദനി കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആവേശത്തിലാണ് പ്രവർത്തകർ? വലിയ ആവേശത്തിലാണ് ഗിരീഷ്മ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആദ്യം പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരുന്ന വേളയിൽ തന്നെ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. പിന്നീട് ഇവരെല്ലാം അക്ഷമരായി കാത്തു നിൽക്കുകയായിരുന്നു. മദനി എപ്പോൾ വരും, പുറത്തേക്ക് വരും, ഒന്ന് കാണണം എന്നാഗ്രഹിച്ച് നിരവധി പേർ കേരളത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ പാർട്ടി പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മദനി വിമാനത്താവളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളി ആരംഭിച്ചിരിക്കുന്നു. മദനി പുറത്തേക്ക് വരികയാണ്. മദനി പുറത്തേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് അനുവദിച്ചതിനെ തുടർന്ന് അബ്ദുൽ നാസർ മദനി കേരളത്തിലെത്തി. സുരക്ഷാ ഉദ്യോഗസ്ഥർ
അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. നെടുമ്പാശ്ശേരിയിൽ നിന്നും റോഡ് മാർഗം കൊല്ലം അൻവാർശ്ശേരിയിലേക്ക് അദ്ദേഹം പോകും. മൂത്ത മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും ഒപ്പം രോഗബാധിതരായ മാതാപിതാക്കളെ കാണാൻ വേണ്ടിയാണ് സുപ്രീംകോടതി അദ്ദേഹത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. ഉമേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. വീണ്ടും ഉമേഷ്, ആരൊക്കെയാണ് മദനി അനുഗമിക്കുന്നത്? കേരള പോലീസിന്റെ ഒരു സംഘം യാത്രയ്ക്ക് ഒപ്പമുണ്ടോ? തീർച്ചയായും കർണാടകയിൽ നിന്നുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടാതെ കേരള പോലീസും മദനിക്ക് അകമ്പടിയേകുന്നുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. മദനിയെയും വഹിച്ചുള്ള പ്രത്യേക വാഹനത്തിന് പുറമെ കേരള പോലീസിന്റെ വാഹനവും ഉണ്ട്. പ്രത്യേകിച്ച് ഡിവൈഎസ്പിമാരടങ്ങുന്ന ഒരു സംഘം തന്നെ ഈ വിമാനത്താവളത്തിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. 3:15 തന്നെ അദ്ദേഹത്തെയും വഹിച്ചുള്ള വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. ഇതുകൂടാതെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള PDP പ്രവർത്തകർ മദനിയെ സ്വീകരിക്കാനായി ഈ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവർ വലിയ തരത്തിൽ മുദ്രാവാക്യം തന്നെ മുഴക്കിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹത്തിന് പോകാനായി ഈ വിമാനത്താവളത്തിൽ ഇറങ്ങി വാഹനത്തിൽ കയറുന്നവരെയുള്ള വഴികളെല്ലാം ഒഴിച്ചിട്ട് നിർത്തിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. ഈ ജാമ്യാവസ്ഥയിൽ ഇളവ് ലഭിച്ചതിനെയും കുറിച്ചും മറ്റുമാണ് മദനി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നത്. ഇതിനുശേഷം അദ്ദേഹം ഈ വാഹനത്തിൽ കയറുകയും കൊല്ലം അൻവാർശ്ശേരിയിലേക്ക് ഇപ്പോൾ യാത്രയായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ കർണാടക പോലീസിനെ കൂടാതെ കേരള പോലീസും അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹത്തെയും വഹിച്ചുള്ള വാഹനത്തിന് അകമ്പടിയേകി കേരള പോലീസിൻ്റെ വാഹനങ്ങളും ഇപ്പോൾ പോയിരിക്കുന്നത്. കൊല്ലം അൻവാർശ്ശേരിയിലേക്കാണ് അദ്ദേഹം യാത്ര തിരിച്ചിരിക്കുന്നത്. ഗിരീഷ്മ.